40 നാളുപവസിക്കാം, വിശക്കുന്നവനപ്പം കൊടുക്കാം. ഈശായ്സുതനെ പോൽ ദിനം 7 വട്ടം പ്രാർത്ഥിക്കാം. മോശയും ഏലിയാവും 40 ദിവസം നോമ്പെടുത്തു, നമ്മുടെ കർത്താവും നോറ്റു, ആകൽ കറുസായെ ജയിച്ചു. നാം മഹത്വപ്പെടുമാറാകട്ടെ. ഈ പരിശുദ്ധ നോമ്പിലൂടെ യാത്ര ചെയ്യുന്ന നമുക്ക് ഇന്നത്തെ ധ്യാന ചിന്തയ്ക്കായിട്ട് വിശുദ്ധ മർക്കോസ് എവൻഗലിസ്തയുടെ സുവിശേഷം 2-ാം അധ്യായത്തിൽ കാണുന്ന തളർവാദ രോഗിയും 4 സുഹൃത്തുക്കളെക്കുറിച്ചും. ഒരുപക്ഷെ അവന് അപ്പനോ അമ്മയോ ഉള്ളതായിട്ട് അവിടെ പ്രതിപാദിക്കുന്നില്ല. ഈ 4 സുഹൃത്തുക്കൾ എപ്പോഴും അവൻ്റെ കൂടെയുള്ള വ്യക്തികളായിരിക്കണം. വിശ്വാസത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും ഒരു പുതിയ നിയമ ആവരണമാണ് ആ കഥയിലൂടെ നമുക്ക് കാണുവാൻ വേണ്ടി കഴിയുന്നത്. ഒരു നിരന്തരമായ സൗഹൃദം പുലർത്തുന്ന കുറേ സുഹൃത്തുക്കൾ. തിരക്കേറിയ വീട് കണ്ടപ്പോൾ ഇനി നമുക്ക് പിന്നെ വരാം എന്ന് പറഞ്ഞ് തിരികെ പോകുവാൻ അവർ തയ്യാറായില്ല. പകരം അവർ ജനങ്ങളിരുന്ന ഓരോ വാതിലിനും മുട്ടി നോക്കുകയാണ്. ഒരു പക്ഷേ തങ്ങൾക്ക് മകത്ത് കയറാൻ കഴിയുമോ എന്നവർ ചിന്തിച്ചു കാണും. ഇന്ന് നമ്മൾ തിരക്കേറിയ ജീവിതത്തിൽ ദേവാലയങ്ങളിലും പ്രാർത്ഥനകളിലുമൊക്കെ പങ്കെടുക്കാൻ പ്രയാസപ്പെടാറുണ്ട്, അവിടെ എത്തിച്ചേരാൻ പ്രയാസപ്പെടാറുണ്ട്. എന്നാൽ ഇതിൽ നമ്മൾ പഠിക്കേണ്ടുന്നത് എത്തിച്ചേരാൻ പ്രയാസപ്പെടുന്നത് നമ്മുടെ മനസ്സാണ്. നമ്മൾ ആഗ്രഹിച്ചാൽ ഏത് തിരക്കേറിയ സന്നിധിയിലും യേശുക്രിസ്തുവിനെ കാണുവാൻ നമുക്ക് കഴിയും. അവരുടെ പ്രവൃത്തിയിലെ വിശ്വാസം കണ്ടിട്ടാണ് കർത്താവ് കിടക്കെടുത്ത് നടക്കാൻ പറഞ്ഞത്. എന്നാൽ ഈ പ്രവൃത്തിക്ക് പിന്നിൽ ഉടമസ്ഥൻ്റെ പ്രവൃത്തി കൂടിയുണ്ട് എന്ന് ഞാൻ കൂട്ടിച്ചേർക്കട്ടെ. കാരണം ഉടമസ്ഥൻ്റെ അനുവാദമില്ലാതെ ഒരു ഭവനത്തിൻ്റെ മേൽക്കൂര പൊളിക്കുവാൻ നമുക്ക് കഴിയുകയില്ല. എല്ലാ വാതിലിനും മുട്ടിയിട്ട് അവർ ചെന്ന് ഉടമസ്ഥനോട് ചോദിച്ചു കാണും, ഇതിന് അകത്ത് പ്രവേശിപ്പാൻ വേറെ ഏതെങ്കിലും വാതിലുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഉടമസ്ഥൻ പറഞ്ഞു കാണും, ഇനി ഒറ്റ വഴിയേ ഉള്ളൂ, മേൽക്കൂര പൊളിച്ച് അകത്തേക്ക് ഇറങ്ങുക എന്നുള്ളത്. അവർ മേൽക്കൂര പൊളിച്ച് അകത്തേക്ക് ഇറക്കിയപ്പോൾ കർത്താവ് കണ്ടത് 4 പേരുടെ വിശ്വാസവും നമ്മൾ കാണാതെ പോയ ഉടമസ്ഥൻ്റെ വിശ്വാസവും. ആ ജനക്കൂട്ടത്തെ ഇത് അത്ഭുതപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ ഇവിടെ ഈ നോമ്പിൻ്റെ സമയത്ത് നമ്മൾ ഓർക്കേണ്ടുന്നത് വിശ്വാസത്തിൻ്റെയും സ്ഥിരോത്സാഹത്തിൻ്റെയും മറ്റുള്ളവരെ സഹായിക്കേണ്ടുന്നതിൻ്റെയും പ്രത്യേകിച്ച് ആളുകളെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരേണ്ടതിൻ്റെയും പ്രാധാന്യത്തെക്കുറിച്ചാണ്. എത്ര തിരക്ക് കണ്ടാലും ഓടിയെത്തി പ്രാർത്ഥിക്കാൻ നമ്മുടെ മനസ്സ് അനുവദിക്കുന്നുണ്ടെങ്കിൽ അത് കണ്ടുവരാൻ മറ്റുള്ളവരും തയ്യാറാണ്. ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ ഈ 4 പേരെ പോലെ, മറഞ്ഞിരുന്ന് നമ്മളെ സഹായിച്ച ഉടമസ്ഥനെ പോലെ വിശ്വാസം ആർജിച്ചുകൊണ്ട് അത് മറ്റുള്ളവരിലേക്ക് പകർന്നുകൊണ്ട് ഈ നോമ്പിനെ നമുക്ക് പൂർത്തീകരിക്കാം. ദൈവം ഏവരും അനുഗ്രഹിക്കുമാറാകട്ടെ.